ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് ഈ മക്കോട്ട ദേവ എന്ന് പറയുന്നത്. ഈ മക്കോട്ട ദേവനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണിത്. എന്ന് വെച്ചാൽ ഈ മക്കോട്ട ദേവ് എന്താണെന്ന് അതിൻ്റെ ഉപയോഗങ്ങളും എല്ലാം പറഞ്ഞു തരുന്ന വീഡിയോയ്ക്ക്. അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. മക്കോട്ട ദേവ് എന്താണ്, അതിൻ്റെ ഗുണങ്ങളും പ്രമേഹത്തിനും എല്ലാത്തിനും വളരെ നല്ലൊരു കായാണ് മക്കോട്ട ദേവ്. അപ്പോൾ അത് ഉപയോഗിക്കേണ്ട രീതികളും അതിൻ്റെ ഒരു ചെടി ഇവിടെ ഉണ്ട്, അതെല്ലാം നമ്മൾ കാണിക്കിയിരിക്കും. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മക്കോട്ട ദേവൻ്റെ ഗെയിം വരാൻ പോകുന്നത് നോയിക്കോ മാജിക്കാണ്. റെഡി 1 2 3 കണ്ടോ ഗൈസ്, ഇതാണ് മക്കോട്ട ദേവ. അപ്പോൾ ഇതിനെ പറ്റിയുള്ള വീഡിയോ ആണിത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഗായ്സ്, ഇതാണ് നമ്മുടെ മക്കോട്ട ദേവ എന്ന് പറയുന്ന ചെടി. ഈ ചെടി പ്രമേഹത്തിനും ഡയബറ്റീസിനൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ ചെടിയിൽ 2 കാ പിടിച്ച് നിൽപ്പുണ്ട്. അപ്പം നമുക്ക് കാണിച്ചു. ആ ചെടി മക്കോട്ട ദേവിയുടെ നമ്മളെ കിട്ടിയതിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന അച്ചാച്ചനാണ് കേട്ടോ. വാങ്ങിച്ചാണ് ഇത്. ദൈവത്തിൻ്റെ കായം, ദൈവത്തിൻ്റെ പഴം, ദൈവം എന്നാണ് ഇതിന് പറയുന്നത്. ദൈവത്തിൻ്റെ പഴമാണ്. അത്രയും ഔഷധ ഗുണമുള്ള എല്ലാ അസുഖങ്ങൾക്കും ഇതിൻ്റെ വെള്ളം ഇത് ഉണക്കിയിട്ട് ഇങ്ങനെ ഉണക്കി അത് വെള്ളം തിളപ്പിച്ച് ആ വെള്ളം കുടിക്കണം. അത് അസുഖങ്ങൾക്കെല്ലാം, ശാരീരികമായ എല്ലാ അസുഖങ്ങൾക്കും നവയൗവനം ഉണ്ടാക്കുന്ന ഒരു കായാണ്. അതെ, ഇത് 2 കണ്ട, ഈ പൂവെല്ലാം കായാവേ. കണ്ടേ, ഇത് 3, ഈ പഴുത്ത 1 4, കണ്ട ഇതൊന്ന് 5 തോലല്ല, അത് കണ്ട 2 7, കണ്ട ഇതൊന്ന് 8. പിന്നെ ഇത്ര ഉണ്ടായിരുന്ന പിന്നെ നമ്മള് കണ്ടില്ല. വിളവെടുത്താ മതി. ആ ഒരു കാ മാത്രം ചുമന്നത് പറിക്കാറായോ? ഇത്രയും കളറായില്ലേ? ഏത് പറയേ, അതൊക്കെ പറയും. പിച്ചി പോലും ഇല്ലല്ലേ കളഞ്ഞു. അതങ്ങനെയാ, പറിക്കാറായി. 2 കായകൾ നമുക്ക് 2 കായായി. ഇതേ വലുതായിട്ട് വളരുന്ന മരമൊന്നുമല്ല, ഇത്രയും കാണും. നമുക്ക് അതിന് ചെറിയ ചോരയൊക്കെ ഉള്ള സ്ഥലത്താണ് ഇത് ഇടവിളയായിട്ട് നടാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. ഇതാണ് ഈ സാധനം എന്ന് പറയുന്നത്. ഇതാണ് ഈ എന്ത് അതിനകത്ത് എന്തോ ഒരു കാടിച്ചിരിക്കുന്നൊരു മുള്ളു പോലെ. അതെന്താ വെച്ചാല് 5 വർഷമൊക്കെ ആകുമ്പോഴേ ഇതിനകത്ത് ഒരു മരത്തിൽ നിന്ന് 15 കിലോ വരെ ഇത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. 1 കിലോയ്ക്ക് എത്ര വില? 1 കിലോയ്ക്ക് പറയുന്നത് 1 കിലോയ്ക്ക് 3000 രൂപയാണ്. അതിൻ്റെ ഉണങ്ങി വരുമ്പോൾ ഒത്തിരിയേ കാണും. ഇതിങ്ങനെ കണ്ടിച്ച് പല പീസാക്കി ഉള്ളി അരിഞ്ഞൊക്കെ അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കി അതിൽ നിന്ന് ഈ 2 പീസെടുത്ത് 1 ഗ്ലാസ് വെള്ളത്തിൽ ഉപയോഗിക്കണം. ആ 1 ഗ്ലാസ് വെള്ളം 2 പീസിട്ട് വെള്ളം ചൂടാക്കി ഇത് കഴിക്കാം. 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് 1 ഗ്ലാസ് ആക്കണം. 1 ഗ്ലാസ് ആക്കി ആ വെള്ളം കുടിക്കണം. അതേപോലെ ഒരു ദിവസം 6 ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ 6 ഗ്ലാസ് വെള്ളം കുടിക്കണം. 2 ലിറ്റർ വെള്ളം വരെ കുടിക്കാം എന്നാണ് പറയുന്നത്. നമ്മൾ മറ്റേ കരിങ്കാലി വെള്ളമൊക്കെ കുടിക്കുന്ന പോലെ കുടിച്ചാൽ അത് വേറെ ടേസ്റ്റൊന്നുമില്ല. പക്ഷേ ഇത് പച്ചയ്ക്ക് തിന്നാൻ പറ്റും. ഭയങ്കര കയ്പ്പാണ്, വായെല്ലാം മരവിച്ചു. ഇത് കൊച്ചുങ്ങളൊന്നും ആരും തിന്നില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ വലിയ ആപ്പിൾ പോലെയൊക്കെ ഇരിക്കും. ഇതിനെ കടിച്ചു കഴിഞ്ഞാൽ പച്ചയ്ക്ക് തിന്നാകില്ല. ഇതിൻ്റെ കുരു നമുക്ക് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും തൈ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഒരു തൈക്ക് ഈ തൈ ഞങ്ങൾ മേടിച്ച് 250 രൂപയാണ്. പിന്നെ ഈ ഒരു തൈക്ക് 100 രൂപ വെച്ചൊക്കെ കൊടുക്കും. വിപണനത്തിൽ. പക്ഷേ നമ്മൾ
ശിവഗിരിയിൽ ഉത്സവത്തിന് കഴിച്ചാണ്. അവിടെ നമുക്ക് അത് യൂട്യൂബിലുണ്ട്. യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ മക്കോട്ട ദേവ വിദേശ മലേഷ്യയിലൊക്കെ ഉള്ള ഒരു സൈസ് ദൈവത്തിൻ്റെ വരദാനമാണിത് എന്നാണ് അറിയപ്പെടുന്നത്. ധാരാളം പിടിക്കും. ഇതിൻ്റെ തോട്ടമുള്ളവരുണ്ട്. നല്ല വരുമാന മാർഗമാണ് പിടിച്ച് കിട്ടിയാൽ കുറേ കൂടെ. നമുക്ക് ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. ഇതിൻ്റെ കായൊക്കെ എടുത്തിട്ട് നമ്മുടെ ഈ കായ എടുത്ത് ഇതിൻ്റെ അരിയൊക്കെ എടുത്ത് ഇതേപോലെ കുറേ കായൊക്കെ ഇതിനെ കൊണ്ട് 15 കായ്പ തുടക്കത്തിൽ തന്നെ പിടിച്ചു. എന്നിട്ട് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കണം. എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കും. ഇതൊരു നല്ല സസ്യമാക്കി മാറ്റണം. ഷുഗറുകാരൊക്കെ ഒരു ഇതാണ് പറയപ്പെടുന്നത്. ഏത് ഇല്ല മരത്തിനെ പരിചയപ്പെടണം. ഇതാണോ? അത് ചെറിയ ആപ്പിൾ പോലെ ഒരു കാ പിടിക്കുന്നവരാണ്. ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ്. അതിൻ്റെ ഇത് ജ്യൂസ് അടിച്ച് കുടിക്കാൻ പറ്റും. അതിൻ്റെ പേര് ചെറിയ ഇതെന്താണ്? ചെറിയ പോലെ ഇരിക്കുന്ന സാധനമാണ് ചെറി. ചെറിയെന്നാണ് പറയുന്നത്. ചെറിയ പുളിപ്പൊക്കെ ഉണ്ട്. ഇതെന്താണ്? ഇത് ഇഞ്ചിയാണ്. നീ അതിൽ പോയി പിടിയുടെ ഇഞ്ചി. ഇഞ്ചിയാണ്. അത് കദളി വാഴയാണ്. കദളി ചുമന്ന കദളി, രസകദളി. അല്ല വെള്ളം ഇത് പറിച്ചിട്ട് പോവുകയാണ്. വെള്ളം ഇട്ട് പിടിക്കാനായിട്ട്. ആവണക്ക് വെളുത്ത ആവണക്കാണ്. ആവണക്ക് എണ്ണയൊക്കെ ഉണ്ടാക്കുമല്ലോ, കാസ്റ്റർ ഓയിൽ. അത് ഇതിലാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് കിട്ടിയത്? ഇത് നമ്മൾ തൈ കിട്ടിയതാണ് നട്ടമായിരിക്കായിട്ട്. ഈ തൈ അല്ല, ഈ കുരുമുളകിൻ്റെ കുറ്റിക്കുരുമുളക് മേടിച്ചപ്പോൾ അതിലൊരു തൈ കുരുത്തു വന്നു. അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ആവണക്കാണെന്ന് മനസ്സിലായി. വെള്ളാവണക്കാണ്. ഇതെന്തിനാ ഈ കിഴിയൊക്കെ ഇടുന്ന അതിനൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഇല. പിന്നെ ആവണക്കെണ്ണ ഭയങ്കര ഔഷധമാണ്. ആവണക്കെണ്ണ എന്ന് പറയുന്നത് പിന്നെ കുട്ടികൾക്കൊക്കെ വയറിളകാൻ കൊടുക്കും. അതിൻ്റെ എണ്ണ കുട്ടികൾക്ക് വലിയൊരു അതല്ലേ. അല്ല, ഇതാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത്. നോക്കണേ, ഇത് ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതിട്ട് വെള്ളം കുടിക്കണം. വെള്ളം ചൂടാക്കി കുടിക്കണം. വലിയ ഔഷധ ഗുണമുള്ളതാണ് ശംഖുപുഷ്പം. അത് വളരെ ദൈവികമുള്ള ഒരു എല്ലാ സ്ഥലത്തും അത് പിടിക്കില്ല. പിടിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ നോക്കണം. അതെല്ലാം വളരെ ഇത് നല്ല ശംഖുപുഷ്പം. നല്ല ഇനത്തിൽപ്പെട്ടാണ് അടുക്ക് ശംഖുപുഷ്പം. ഇതിൻ്റെ വെള്ളയുണ്ട്, രോഗപ്രതിരോധിക്കുള്ളതാണ്. പിന്നെ അതാണ് അതുകൊണ്ട് ഈ കാ നോക്കിയാണ്. അതെന്താണ് അറിയാമോ? അത് അമൃതും കായ എന്നാണ് പറയുന്നത്. അമൃതാണ് അത്. ആത്തിയുടെ വർഗത്തിൽപ്പെട്ട ഒരെണ്ണമാണ്. ആത്തിച്ചക്ക നടക്കുന്നുണ്ടോ? ആത്തിച്ചക്ക അവന്മാരെ തിന്നിട്ട് പോയേക്കണത്. വേറെ ജീവികളൊന്നും തിന്നത്. എന്താ ഇതിൽ ക്രായകളുണ്ട്. അല്ല, ഇതാണ് നിത്യവഴുതന. അതെ, ഒരു വള്ളിയാണ് നിത്യവഴുതന. ഇതാണ് ഇങ്ങനെ കാ പിടിക്കുന്നത്. ഇതെന്താ അറിയാമോ?
ദിവസവും ഇതിനകത്ത് വഴുതന, കൊച്ചു വഴുതനയാണ് ഈ കായ്ക്ക് അടുക്കളയിലേക്ക് നല്ലതാണത്. ആഹാരം തോരൻ വയ്ക്കാനും കറി വയ്ക്കാനും. മനസ്സിലായ? ഇത് തുളസി ചെടിയാണ്. എന്താ ഇതെല്ലാം തുളസികളാണ്. ഇനി നമുക്ക് പിന്നെ ഇതിന്റെ പേര് മഷിത്തണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മഷി ഭയങ്കര ഔഷധ ഗുണമെന്ന് പറഞ്ഞ് ഇതിൽ അടിച്ചു വന്നേക്കുന്ന യൂട്യൂബിൽ. ഇതിന് വിലയുണ്ട്, തോരൻ വയ്ക്കാനൊക്കെ നല്ലതാണ്. ഇതിവിടെ ധാരാളം ഉണ്ട്. പിന്നെ കുറെ പച്ചമുളകൊക്കെ ഉണ്ട്. അല്ലല്ല, അത് വേറെ. നെല്ലിക്ക ഇല്ലേ, ചെറിയ നെല്ലിക്ക. അതിന് കപ്പയ്ക്ക ഉണ്ട്. ഇത് കപ്പയ്ക്ക എന്ന് പറയും. ഇത് വെള്ള നെല്ലിക്കയാണ്. വെള്ള നെല്ലി. ഇത് നെല്ലിക്കയാണ്. ഇത് വെള്ള നെല്ലി, സായിപ്പ് നെല്ലി ചെറുത്. സായിപ്പ് നെല്ലിക്ക. ഇനി വല്ല ഔഷധ ഗുണമുള്ള ചെടികളും ഉണ്ടോ? നമുക്ക് എന്തുണ്ട്? മനസ്സിലാണ് ഈ ചീരയുടെ പേര് നമുക്കിപ്പോ ലഭിച്ചത്. അതെ അതെ. അവിടെ മോട്ട് വരുന്ന നോക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ മൊത്തം കുറെ ചെടികളാണ്. ഇതിന് നടുക്കൂടെ ഒരു വഴിയുണ്ട്. അതിലൂടെ നമ്മുടെ കൃഷികൾ അല്ലെ ഗാർഡനൊക്കെ. മുന്തിരിയാണ്. ഇത് മുന്തിരിങ്ങയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ റൗണ്ടിലൊക്കെ നട്ടു വെച്ചത്. നടുക്കൊരു ടയറൊക്കെ വെച്ച് അതിലൊക്കെയാണ്. ഇത് അമ്മാമ്മയുടെ കൃഷിയാണ്. ഇത് റീനമ്മാമ്മയുടെ കൃഷിയാണ്, ഗാർഡൻ. ഇവിടെ എല്ലാം റീനമ്മാമ്മയുടെ തൂക്കിയിട്ടേക്കുന്ന റീനമ്മാമ്മയുടെ ഗാർഡനുകളിലെ. ഇത് ഇത് മഞ്ഞളാണ്. മഞ്ഞൾ. മഞ്ഞൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മഞ്ഞൾ മഞ്ഞൾ നമ്മൾ ഉണക്കി ഉപയോഗിക്കും. ഇത് മണി പ്ലാന്റ്. മണി പ്ലാന്റ് ആണ്. വളരെ പൈസ തരുന്നൊരു ചെടിയാണ്. പൈസ അത് ഒരെണ്ണം മരത്തിൽ പടർന്നിട്ടുണ്ട്. എന്താണത്? നവരേത്? നവര കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്ന ഒരു ഔഷധമാണ്. ഇതിൽ കിടന്ന് പോയി ഒരു സാധനം ഉണ്ടായിരുന്നു. വളരെ വളരെ ഗുണകരമായ ഒരു ഇതായിരുന്നു. കണ്ട ഈ കിടക്കുന്ന ആ മരം, ഈ വള്ളിയൻ. എന്താ ഇത്? ഇതിൻ്റെ സാധനം ഉണ്ടാകും. മേലും ഒരു ഇലയുണ്ട്. അതിൻ്റെ സാധനത്തിൻ്റെ പേര് പിന്നെ അമൃതവള്ളി. അമൃതിൻ്റെ വള്ളി. ഇത് ഷുഗറിനുള്ള ഒരു മരുന്ന്. ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക് എല്ലാം ചെടികളാണ്. ഇഞ്ചിയൊക്കെ ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട്. അല്ല, ഇത് പിടിച്ചില്ല. ഇതെല്ലാം ഇഞ്ചിയാണ്. ഇവിടെ എല്ലാം ചെടിച്ചട്ടികളിൽ കുറെ ചെടികളുണ്ട്. ഇവിടെ റോഡാണല്ലേ. പിന്നെന്തിനു നമ്മൾ ഉദ്ദേശിച്ചത്? ഏതോ ചീര. ഓ, നിങ്ങൾ ഇതിന്റെ ബ്ലോഗർമാരാണോ ഇതെല്ലാം? ഓ പിന്നില്ലാതെ. ഇതെല്ലാം നമ്മളെ ചാനലിൽ വരുന്നതായിരിക്കും. ഇതൊക്കെ ചാനലിൽ നിങ്ങൾ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ ഇത് കാണുന്നുണ്ടോ? അതെ അതെ. അതെ, വളരെ കൂടിയ ജനസംഖ്യ കാണുന്നുണ്ട്. അതെ, സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒരുപാട് കൂടി അത്ര ആൾക്കാർ കാണുന്നുണ്ടെന്നാണ്. ശരി, നിങ്ങളുടെ ചാനൽ വലുതായിട്ട് വിജയിക്കട്ടെ. നിങ്ങൾക്ക് ഒരു കെ ആവട്ടെ. ഓക്കെ, ശരി. അപ്പെല്ലാം ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? ഇതാണ്. നമ്മൾ ഈ സ്ഥലത്തുനിന്ന് പോവുകയാണ്. ഇപ്പൊ ബ്ലോഗ് എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ തിരക്കുകൾക്കിടയിലൂടെ വന്നതാണ്. ഞാനിവിടെ വന്നപ്പോ എനിക്കൊരു പാക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും മരം കാണും ഇതിന്റെ. അപ്പൊ ഇവിടെ ഒരു കൊല പിടിച്ച് നിൽക്കുന്ന കാണാൻ കഴിയും. ഇതിന് നോക്കണം.
അല്ലാണ്ട് ഒരു അടയ്ക്കാൻ മരം. അതിലുണ്ടാ? ആ അതിലുണ്ട്. ഇതോ മണ്ടേ പിടിച്ച് നിക്കുന്നു ബാക്ക്. ദോ അച്ചാച്ച ഇവിടെ ഒരു കൊല, ഒരു പച്ച കൊല, ഇവിടെ ഒരു കൊല പിടിച്ച് നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഇതൊരു പാകിന് എത്ര രൂപ അറിയാമോ? എത്ര? 5 രൂപ കിട്ടും. 5 രൂപ. എനിക്കെന്ന് വെച്ചാൽ 5000 ആണ്. 5 രൂപ. അത് 100 ഉണ്ടെങ്കിൽ എത്ര രൂപ? ഇത് പറിക്കണോടി. 1 കിലോ പുളിഞ്ചിക്കൊക്കെ എത്ര രൂപ കിട്ടും? ഏത്? ഈ പാക്ക്. ഓക്കെ, പറിച്ച് നോക്കൂന്നെ കൊണ്ട് വിളിക്കണ്ട, തോട്ടം വെച്ച് പറിക്കണം. തോട്ടം വെച്ചിട്ട് പറിക്കണം. തോട്ടം വെച്ചിട്ട് പറിക്കണം. നമ്മൾ ഇത് പറയാൻ മറന്ന, ഇതൊരു മുള്ളനാത്തി എന്ന് പറയുന്നൊരു ചെടിയാണ്. ഇത് ക്യാൻസറിനൊക്കെ വളരെ നല്ലതാണ്. ഇത് പക്ഷേ കാ പിടിച്ചില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഹലോ. ഒരുപാട് മത്സരം വെള്ളത്തെ കൊണ്ട് ചേച്ചി കളിക്കാൻ. ഇവിടെ എല്ലാം തൂക്കിയിടുന്ന ചെടികളാണ്. ഇതെല്ലാം റീനമാമയുടെ കൃഷികളാണ്. ഇവിടെ ഒരു വഴിയൊക്കെ ഇട്ടിട്ട് കുറേ ചെടിച്ചട്ടികളിൽ ചെടികളൊക്കെ ഉണ്ട്. ഇവിടെ ഈ തിട്ടകളിലും ഉണ്ട്, ആ തിട്ടകളിലും ഉണ്ട്. ഇവിടെ എല്ലാം കുറേ ചെടികളാണ്. പോച്ചകളുടെ ഇടയിൽ മൊത്തം ചെടികളാണ്. ഇവിടെ ഒരു വാഴക്കൊലുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട് റബ്ബർ മറ്റി നിരത്തത് കൊണ്ടുണ്ടാക്കിയ റബ്ബർ ഷീറ്റുകളാണ് കേട്ടോ. ഇവിടെയാണ് അച്ചാച്ചൻ്റെ ആയുർവേദ ഗുണങ്ങളൊക്കെ ഉള്ള ചെടികളൊക്കെ നട്ടിരിക്കുന്നത്. ഒരു കൃഷിയാണ് ഇവിടെ മൊത്തം. പിന്നെ ഇതിന് നടുക്ക് 2 അക്വേറിയം പോലെ, അതിനകത്ത് മീനൊക്കെ ഉണ്ട്, ഗോൾഡ് ഫിഷും ഗപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ മോട്ടുവാണ്. കിണറ്റിനായിരിക്കും. 2 ദിവസം മുമ്പ് ഇവൻ കിണറ്റി വീണായിരുന്നു. ഫ്രൈഡേ ഇവൻ കിണറ്റി വീണായിരുന്നു. എന്നിട്ട് അച്ചാച്ചനും റീനാമ എല്ലാരും കൂടെ ഇവന് കൊട്ടയിലൊക്കെ വാരി എടുത്തു. അതെ, എടുത്ത് രക്ഷപ്പെട്ടു, റെസ്ക്യൂ ചെയ്തു. ഇവന്റെ മമ്മിയോടെ, ഇവന്റെ മമ്മിയാണ് കസ്തൂരി ആത്തിരിക്കൊണ്ട്. ഇനി നമുക്ക് അടുത്ത ചെടി പരിചയപ്പെടാൻ പോവാം. ഇവിടെ ഒരു നടുക്കൂടെ ഒരു വഴിയുണ്ട്. അവന്റെ മമ്മിക്ക് 4 കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോഴും 4 കുട്ടികളെ 6 കുട്ടികളുണ്ടായിരുന്നു. അല്ല, 6 കുട്ടികളും വിറ്റി. ഭയങ്കര വിഷമത്തിലാണ്. മൂടൗട്ടാണ് അവള്, ആരത്തും മിണ്ടുന്നില്ല, എല്ലായിടത്തും. പോമറേനിയൻ അടുത്ത ചെടി ഇതെന്ന് വെച്ചാല് എന്താണ് അതിന്റെ പേര്? നോനിപ്പഴം. അതും വളരെ ഔഷധ ഗുണമുള്ളതാണ്. ഭയങ്കര നാറ്റമാണല്ലേ? നാറ്റമല്ല, ഔഷധ ഗുണമാണ്. അത് ഇതിൻ്റെ പഴം പഴുത്തെന്ന് വെച്ചിട്ട് വീഴുന്ന ആ വെള്ളം, അത് നമ്മൾ ജ്യൂസ് പോലെ കുടിക്കാം. കുടിച്ചു കഴിഞ്ഞാൽ എല്ലാ ശാരീരികമായ അസ്വസ്ഥതകൾക്കും മരുന്നാണ്. ഇത് പുളിഞ്ചി, ഇരുമ്പിപ്പുളിച്ചി, വലിയ പുളിപ്പുള്ള ഒരു ഇരുമ്പിപ്പുളിച്ചി എന്ന് പറയും. ധാരാളം പിടിക്കും. അപ്പുറത്ത് വലിയൊരു മൂടുണ്ട്. ഇതതിൻ്റെ ഒരു കൊച്ചു മൂടാണ്. അപ്പുറത്ത് വലിയ മൂടുണ്ട്. നിങ്ങൾക്കാണെങ്കിൽ അതുകൂടെ പിടിച്ചു പോയി, വലിയ കൂട്. ഇവിടെ വാഴകളാണോ ഇത്? ഇത് വാഴ എസ്റ്റേറ്റാണ്. മറ്റേ റബ്ബർ എസ്റ്റേറ്റാണ്. അങ്ങോട്ടല്ല റബ്ബറാണ്. ഇതൊക്കെ അച്ചാച്ചൻ്റെ കൃഷികളാണ്. എല്ലാം വളരെ ഔഷധ ഗുണമുള്ള ചെടികളാണ് നട്ടിരിക്കുന്നത്. എന്താണ്? ഇതാണ് ഈ നമ്മൾ ഷുഗറിന് അല്ല, ഇത് സുഖമില്ലാത്ത ഒരു കൗണ്ട് കൂട്ടാൻ സാധനം. എന്താണ്? മാതളത്തിന്റെ ചെടിയാണിത്. മാതളം പിടിച്ചായിരുന്നു. മാതളം വലിയ മൂട് ഉണങ്ങിപ്പോയി. ഇനി ഇതായിട്ട് വരുന്നേ ഉള്ളൂ. ഇതാണ് കുരുമുളക്. നല്ല ഇനം കുരുമുളകാണ്. ഇങ്ങോട്ടല്ലേ റബ്ബർ. അവിടെ ആ മരം ഉണ്ടോ, പുളിച്ച മരം.
ബാക്കിൽ വലിയ പുളിഞ്ചിക്കയുടെ മരം ഉണ്ട്, കാണിച്ചിട്ട് വരാം. നമുക്കത് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്നുള്ളൊരു ഇതില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പോയി. ഇതാണ് എൻ്റെ അകത്ത് ഇങ്ങനെയാണ് കളറി, ഒരു ഇങ്ങനത്തെ ഒരു കളറാണിത്. പക്ഷെ ഇത് നമ്മൾക്കിപ്പോൾ ഇങ്ങനെ തുറക്കണമെന്ന് അറിയത്തില്ല. അത് നമ്മളിങ്ങനെ കുറെ നോക്കി, പക്ഷെ അത് നശിച്ചു പോവാണ്. അച്ചാച്ചൻ തുറന്നതാ. അത് ഒരുമാതിരി പാക്ക് പോലെ ഭയങ്കര കട്ടി കാണിക്കാൻ പോകുന്നത്. ആദ്യം ഇത് രണ്ടായിട്ട് മുറിക്കണം അല്ലേ? വരയുള്ള സ്ഥലം, നടുക്ക് ഒരു വരയുള്ള സ്ഥലമുണ്ട്. വരയുള്ള സ്ഥലം ഇങ്ങനെ മുറിക്കണം. എന്നിട്ട് ഇപ്പുറത്തെ ഒരു വരയുള്ള സ്ഥലം പോലെ ഉണ്ട്, അവിടെയും മുറിക്കണം. അവിടെ മുറിച്ചിട്ട് ഇങ്ങനെ വരയുള്ള ഭാഗവും ഇങ്ങനെ മുറിക്കണം. ഇതുപോലെ ആദ്യം മുറിച്ചിട്ട് ഈ വരെയുള്ള ഭാഗം മുറിക്കണം രണ്ടായിട്ട്. ഇതുവരെ പാക്കിൻ്റെ ഇരിക്കണം കേട്ടോ. ശരി, അവിടെ എക്സ്പെർട്ടായില്ല. കുരുവിന് കേടുവന്നാൽ എടുക്കണം. കുരുവിനൊന്നും പറ്റാതെ നമ്മൾ എടുക്കണം. അതിനുവേണ്ടി പതുക്കെ കട്ട് ചെയ്തെടുത്തോണ്ടിരിക്കുക. ഇതിനും തൈകളാവാളല്ലേ. ആവുന്നില്ലേ? എന്തിനേ എടുക്കുന്ന കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സേഫായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഈ വഴുപ്പ് അയ്യോ, നമ്മൾ അരി നഷ്ടപ്പെട്ടു പോയി. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് കട്ട് ചെയ്യണമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിച്ചത്. നമുക്ക് കിട്ടിയ അരിയാണ്. അരിയുടെ സൈഡ് ഇത്തിരി ഉരഞ്ഞു പോയി. ഇനി ഇത് നട്ടാൽ കിളിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. കിളിക്കത്തില്ലെന്ന് തോന്നുന്നു. അരിയുടെ സൈഡ് കട്ട്. അയ്യോ അരിയോട് പോയി. നമുക്ക് കിട്ടിയ അരി ഇതാണ്ടേ, അതിന്റെ ആ സൈഡ് കട്ട് ചെയ്ത് പോയി. ഒരരി അങ്ങനെ ആദ്യത്തെ കുഞ്ഞ് നഷ്ടപ്പെട്ടു. ആദ്യത്തെ ഓപ്പറേഷൻ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷെ ആള് മരിച്ചു. ഇതായിരുന്നു ഇതിന്റെ നടുക്കെന്നാണ് നമ്മൾ എടുത്തത്. ഇനി ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കണം. ഇത് രണ്ടും ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മളിത് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ഇത് പിഴിഞ്ഞ് അങ്ങനെ എന്തോ വെള്ളമാക്കി കുടിക്കണം. അപ്പം നമുക്കിത് ഡയബറ്റീസിനൊക്കെ ഉള്ളത് നല്ല ഒരു ഇതായിരിക്കും. അത് ഡെയിലി 2 പ്രാവശ്യം കൊണ്ട് കുടിക്കണം, രാത്രിയും കണ്ടേ. അങ്ങനെയാണ്. അപ്പം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കി ചെയ്യണം. ഹലോ, താങ്കൾക്ക് എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? ദാണ്ട ഇവിടെ ഇരിപ്പുണ്ട്. അവൻ ചോദിച്ചത് മക്കോട്ടാദേവ് എന്തിയെന്നാണ്. ഓപ്പറേഷൻ ആയിരുന്നു ഇപ്പൊ കഴിഞ്ഞത്. നമുക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഇനിയുടെ അടുത്ത ഓപ്പറേഷന് മുതിരുന്നു. ഇതിന് പാർട്സ് ഇങ്ങനെ മുറിക്കണ്ടേ, ഉള്ളി അരിയുന്ന പോലെ.
ഇവനെ കട്ട് കൊണ്ടടാ കൊണ്ടല്ലേ കൊണ്ട് സൈഡ് പോയി. ഇങ്ങനെ ഇവിടെ. പിറകിലോട്ട് വീഴും ചേച്ചു. ഇങ്ങോട്ട് 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 ശകല വളർത്തണം അല്ലേ? നിങ്ങൾ ചെയ്യും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ സൂക്ഷ്മതയോടെ ചെയ്യണം. അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിച്ചത്. ഞാൻ ഗ്ലാസ്സൊക്കെ കഴിക്കട്ടെ. എന്തൊരു ക്ലാസ്? കണ്ടില്ലേ? ഓ അച്ചാച്ചനത് കണ്ണാടിയൊക്കെ എടുക്കാൻ പോയേക്കാണ്. അങ്ങനെ മതി. അപ്പൊ ശ്രേഷ്ഠ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഡേ എന്താണ് ഇവിടെ ചെയ്യുന്ന? അതിന്റെ മുഖം മൊത്തം മറയല്ലേ? അതാണോ ചെയ്തു? മറയും. അയ്യോ മുഖം എന്ത്? എവിടാ? ചേച്ചി ഇവിടെ ഇട്ടാണിത്. ചെവി ഇട്ടാണ്. നോക്കട്ടെ ചേച്ചി ഒന്ന് ചേരുവോ നോക്കട്ടെ. അപ്പുറത്തും കൂടി ഇട്ടില്ല. ഇടട്ടെ ഇങ്ങനെയുണ്ട്. ഓ അതാ അച്ചാച്ചൻ കണ്ണാടിയൊക്കെ എടുത്തോണ്ട് വരും. എടി ശ്രേയ, നീ ബുക്ക് വായിച്ചിട്ട് ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. തെറ്റ നമ്മളിത് പറയാൻ മറന്നു. ഇതൊരു മുള്ളനാത്തി എന്ന് പറയുന്നൊരു ചെടിയാണ്. ഇത് ക്യാൻസറിനൊക്കെ വളരെ നല്ലതാണ്. ഇത് പക്ഷേ കാ പിടിച്ചില്ലെന്ന് തോന്നുന്നു. ഓക്കെ.